രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിച്ച ചുവന്ന കാർ എത്തിച്ചത് മുതിർന്ന കോൺഗ്രസ് നേതാവെന്ന് സൂചന. രാഹുലിന് രക്ഷപ്പെടാൻ നേതാവ് സഹായം ചെയ്തോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നു. സ്റ്റാഫ് അംഗങ്ങളിൽ നിന്ന് നിർണായക വിവരങ്ങൾ കിട്ടിയതായും പോലീസ്. അതേസമയം രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ച നടിയെ ചോദ്യം ചെയ്യാനും നീക്കം. അരുൺ ആലത്തൂർ ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ രക്ഷപ്പെടാൻ സഹായിച്ച ചുവന്ന കാർ, അതിനെ കേന്ദ്രീകരിച്ചായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം വലിയ അഭ്യൂഹങ്ങളൊക്കെ പടർന്നത്. അതൊരു മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റേത് എന്നാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. അതോടൊപ്പം രക്ഷപ്പെടാൻ ഒരു നടി സഹായിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ നടിയെ ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുകയാണ് എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ടല്ലോ. എന്താണ് കൃത്യമായ വിശദാംശങ്ങൾ ഇത് രണ്ടും സംബന്ധിച്ച്? ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഈ കാർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്ന വിവരമായിരുന്നു ഈ കാർ, ചുവന്ന പോളോ കാർ, അതൊരു സിനിമാ നടിയുടേതാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോഴേതായാലും ആ സിനിമാ നടിയെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ കാറ് സൂക്ഷിച്ചിരുന്നത് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ കോൺഗ്രസ് നേതാവാണ് ഇത് സൂക്ഷിച്ചു വെച്ചിരുന്നത്. പിന്നീട് അന്വേഷണ സംഘം കൃത്യമായിട്ട് അവർ ഈ സ്റ്റാഫുകളുടെയും മറ്റും മൊഴിയെടുത്ത സമയത്താണ് എവിടെ നിന്നാണ് കാറ് രാഹുലിൻ്റെ അടുത്തേക്ക് എത്തിയത്, തുടർന്ന് രാഹുൽ ആ കാറിൽ എങ്ങനെയാണ് അവിടെ നിന്നും എസ്കേപ്പ് ചെയ്തത് അല്ലെങ്കിൽ മുങ്ങിയത് എന്നുള്ളതിൻ്റെ കൃത്യമായുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് ഈ നടപടികൾ കേന്ദ്രീകരിച്ച്, അതായത് ഒന്ന് ഈ കോൺഗ്രസ് നേതാവിനെ ചോദ്യം ചെയ്യുന്നത്, മറ്റേ കാറിൻ്റെ ഉടമയായ സിനിമാ നടിയെ ചോദ്യം ചെയ്യുന്നത്, ഇത്തരം നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം തന്നെ വ്യാഴാഴ്ചയാണ് രാഹുൽ പാലക്കാട് നിന്നും മുങ്ങുന്നത്. ആ സമയത്തുള്ള CCTV ദൃശ്യങ്ങളും മറ്റുമൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. നേരത്തെ രാഹുലിൻ്റെ ഫ്ലാറ്റിലെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ അതിൽ DVRൽ ഈ രാഹുൽ കടന്നു കളയുന്ന സമയത്തെ ഭാഗം മാത്രം ഡിലീറ്റ് ചെയ്ത നിലയിലായിരുന്നു. ഏതായാലും DVR ഒക്കെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി മറ്റ് ഏതെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളോ മറ്റ് രാഹുൽ പോയിരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന വഴികളിലെ ക്യാമറകളോ മറ്റോ ഒക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഏതായാലും രാഹുൽ പലയിടങ്ങളിലുള്ളതായിട്ടുള്ള അഭ്യൂഹങ്ങൾ കഴിഞ്ഞ ദിവസം മുതലേ വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബംഗളൂരുവിലേക്ക് മുങ്ങിയിട്ടുണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള വിലയിരുത്തൽ ഉണ്ടായിരുന്നു. ബംഗളൂരും അതുപോലെ തന്നെ പാലക്കാടും തൃശ്ശൂരും തിരുവനന്തപുരം ഒക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്ന സ്ഥിതി തന്നെയാണ് ഉള്ളത്. കൂടാതെ പൊള്ളാച്ചിയിൽ രാഹുലുണ്ട് എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നിലവിലേതായാലും രാഹുലിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ ഈ SITയുടെ അന്വേഷണം അത് വലിയ മെല്ലെപ്പോക്കുണ്ടാവുന്നു എന്നുള്ള വിമർശനവും ഇതിനോടകം തന്നെ ശക്തമാവുന്ന സാഹചര്യമുണ്ട്. കാരണം ഇപ്പോൾ 6 ദിവസമായി രാഹുൽ കാണാമറയത്തായിട്ട്. ആ രാഹുലിനെ കണ്ടെത്തുന്നതിന് ഇതുവരെയും പോലീസിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അന്വേഷണത്തിലെ വലിയ വീഴ്ചയാണ് അല്ലെങ്കിൽ മെല്ലെപ്പോക്കാണ് എന്നുള്ള വിമർശനമാണ് ഉയർന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാടെത്തിയ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. കാരണം രാഹുലിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വൈകിപ്പിക്കുന്നത് സ്വർണ്ണക്കൊള്ള വലിയ ചർച്ചയായിട്ട് ഒരു വശത്ത് നിൽക്കുമ്പോൾ അതിൽ നിന്നും കാര്യങ്ങൾ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി മാധ്യമങ്ങളിൽ ഇത് നിരന്തരമായിട്ടൊരു വാർത്തയാവുന്നതിന് വേണ്ടി ബോധപൂർവമാണ് ഈ വിഷയത്തിൽ രാഹുലിൻ്റെ അറസ്റ്റ് സർക്കാർ വൈകിപ്പിക്കുന്നത് എന്നുള്ള വിമർശനമാണ് ഒരു വശത്ത് ഉയരുന്നത്. ഏതായാലും പോലീസ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ഈ കാറ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ചോദ്യം ചെയ്യലും ഒക്കെ കൂടുതൽ ശക്തമായി നടത്തും എന്നുള്ളതാണ് അറിയിക്കുന്നത്. അതേസമയം തന്നെ മറ്റ് നടപടികൾ, അതായത് രാഹുലിനെ കണ്ടെത്തുന്നതിലുള്ള നിർണായക വിവരങ്ങളോ തെളിവുകളോ ഒന്നും തന്നെ ഇതുവരെയും ലഭിച്ചതായിട്ടുള്ള വിവരം അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം നിർണായക വിവരം ലഭിച്ചു സ്റ്റാഫുകളെ ചോദ്യം ചെയ്തതിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും ഏതായാലും ഇന്നിപ്പോൾ 6ാം ദിവസത്തിലും രാഹുലിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്.